കേസായി കിട്ടി എന്തായാലും. അതാണ് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛനൊരു നോട്ട് കിട്ടുന്നുണ്ടോ? തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, തിരിച്ചു കൊടുക്കേണ്ടത് എനിക്കറിയത്തില്ല, അതിനെ പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. കഴിഞ്ഞാല് കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത്. രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ, ഇവർ 2 ദിവസത്തിന് മുന്നേ ബിഷപ്പ് നോബൽ ഫിലിപ്പ് രേണു സുധിയുടെ വീട്ടിലോട്ട് ഒരു വക്കീൽ നോട്ടീസ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അതിന്റെ പുറവിനെ തന്നെ രേണു സുധി ബഹ്റിനിൽ നിന്ന് നാട്ടി വന്നപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു മുന്നേ കിച്ചു രംഗത്ത് വന്നിരിക്കുവാണ്. കിച്ചു കുറച്ചു മുന്നേ പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏകദേശം 3.5 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. കിച്ചു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് എന്റെ പേരിൽ കേസ് കൊടുത്തത്, ഞാനും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള രീതിയിലാണ് കിച്ചു വന്ന് സംസാരിക്കുന്നത്. ഞാനിത് ഓൾറെഡി റിയാക്ട് ചെയ്തൊരു വിഷയമാണ്. കാര്യം ഞാൻ അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എന്തിനാണ് കിച്ചുവിന്റെ പേരിൽ കേസ് കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെ പേരിലാണ് നിലവിൽ ഈ ഒരു വീട് കിടക്കുന്നത്. അപ്പോൾ കേസ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ഈ രേണു സുധിയുടെ വായ അടപ്പിക്കാമായിരുന്നു. കിച്ചു അത് ചെയ്തിട്ടുമില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കിച്ചുവിന്റെ വീഡിയോ കാണാം. അതിനുശേഷം ഈ KHDC ഫിറോസ് ഒക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രേണു സുധി എയർപോർട്ടിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളും കേൾക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ കേസായി കലിപ്പായി. ഞാൻ എന്താ ഇപ്പൊ ചെയ്യ? നമ്മളിവിടെ കൊല്ലത്ത് നമ്മൾ വെറുതെ ഇരുന്ന് നമ്മുടെ പേരിൽ കേസായി. നമ്മളല്ല, എന്റെ പേരിൽ അമ്മയുടെ പേരിൽ എന്റെ പേരിലാണ് സംഭവം കേസായിട്ടിരിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞ ആ പുള്ളിയെ കൊണ്ട് കേസ് കൊടുത്ത എന്തിന്റെ പേരിലാണ്? നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് റിപ്ലൈ എടുത്തത്. വീടിന്റെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അവർക്ക് പിന്നെ തന്നവർക്ക് പിന്നെ ഉത്തരവാദിത്തമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ പേരിൽ കേസായി. നന്ദി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന്റെ കയ്യിലെ മിസ്റ്റേക്ക് അല്ല, ഇത് രേണുവിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ രേണുവിനെയാണ് കിച്ചു ശരിക്കും പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാര്യം രേണുവിൻ്റെ അടുത്ത് വിളിച്ച് പറയണം, കാര്യം നിങ്ങൾ കാരണമാണ് ഇപ്പോൾ എൻ്റെ പേരിലും കൂടെ കേസ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കണം. പ്രത്യേകിച്ച് രേണുവിൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങളും കൂടെ എടുത്തു പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനെ ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ പിടിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ തോന്നുന്നുണ്ടോ, ആ അച്ഛൻ ഒരു കാരണവശാലും അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു മനസാക്ഷിയുണ്ട്. ആ പുള്ളി ഇവർക്ക് വസ്തു കൊടുക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ മുഖം കണ്ടിട്ടൊന്നുമല്ല, ഈ 2 പിള്ളേരുടെ മുഖം കണ്ടിട്ടാണ് ആ അച്ഛൻ അവർക്ക് വസ്തു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചത്. അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ അഹങ്കാരം ഒന്ന് കുറയാൻ വേണ്ടി ചെയ്ത പരിപാടിയായത്. അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. പക്ഷേ ഇവിടെ കിച്ചു പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് രേണുവിനെയാണ്. ഇനിയും രേണു ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരരുത്. അതായത് പ്രത്യേകിച്ച് ആ അച്ഛനെയൊക്കെ വിഷപ്പാമ്പെന്നുള്ള രീതിയിലൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേറ്റം ചെറ്റത്തരമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. വളരെ പണ്ടേ പറഞ്ഞത് എന്റെ പേരിൽ ഇതൊന്നും വലിച്ചിടല്ലേ, ഞാനില്ല ഈ കാര്യത്തില്. ഇതിനിപ്പോ വള്ളിയായി കൈവറ്റാൻ പോണം. മറ്റേ ഇങ്ങനെ വക്കീൽ നോട്ടീസ് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അത് നമ്മൾ കൈപ്പറ്റേണ്ടിയിരിക്കുന്നു. കോട്ടയത്തോട്ട് പോകാൻ അതിപ്പോ കൈപ്പറ്റാനായിട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല. എന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊല്ലത്തായിരുന്നു. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞേക്കുന്നത് കേട്ടോ. കിച്ചുവിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊല്ലത്താണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വല്യമ്മ പറഞ്ഞത്. കിച്ചുവിന് സ്വന്തം അഡ്രസ്സ് എവിടെയാണെന്ന് ഈ ആധാറും അല്ലെങ്കിൽ ലൈസൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. കിച്ചുവിന്റെ അഡ്രസ്സ് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് തന്നെയാണ്. എന്തായാലും കൊല്ലത്തോട്ടും ഈ പറയുന്ന നോട്ടീസ് വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നെ ഇതിനകത്ത് വലിച്ചിടണ്ടേ എന്ന് കിച്ചു ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ചോദിക്കേണ്ടത് രേണുവിൻ്റെ അടുത്താണ്. രേണു എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ ഇന്നലെ രേണുവിൻ്റെ ഒരു ഫേസ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്ന സമയത്ത്, ഭയങ്കരമായിട്ട് അങ്ങ് വരണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. രേണുവിനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും വന്നെന്ന് പറഞ്ഞാൽ രേണുവിന് 10 നാവാണ്. ഒന്ന് പറഞ്ഞാൽ 2 നല്ല രീതിയിലുള്ള മറുപടികളാണ് കൊടുക്കുന്നത്. പക്ഷേ രേണുവിന് ഇന്നലെ ഒന്നും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും രേണുവിന് മനസ്സിലായി നല്ല രീതിയിലുള്ള പണിയാവുമെന്ന്, അല്ല വേറെ ഒന്നുമല്ല. എന്റെ പേര് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്റെ ഈ അഡ്രസ്സൊക്കെ ഇവിടാണ്. അപ്പം എന്തുവാണ് പറയാനുള്ളത്? വളരെ സന്തോഷം, നല്ലൊരു സംഭവമാണ്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടാതിരുന്നിട്ട് നമ്മുടെ പേരിലും കേസായി കിട്ടി എന്തായാലും. അതാണ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സൈഡിൽ നിന്നൊരു റിപ്ലൈ ആണല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച്. ഞാൻ എപ്പോഴും
ഈ വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്നവരെയാണെങ്കിലും ഞാനൊരു ഇച്ചിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. അത് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എല്ലാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും പേരിലാണ് കേസ്. എനിക്ക് തോന്നുന്നു എന്റെ പേരിലല്ലേടാ വീട്, അതുകൊണ്ടായിരിക്കണം ചിലപ്പോ അങ്ങനത്തെ ഒരു സ്കീമായിരിക്കും. അല്ല ഇവൻ പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നുമില്ല, മോശമായിട്ടൊന്നും ആൾക്കാരെ പറ്റിയും വീട് തന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണ് ഇവന്റെ പേരിലും കൂടെ കേസ് വന്നതെന്നും അറിയത്തില്ല. ഇതിനകത്ത് കിച്ചു പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ആ വീട് തന്നവരായാലും ആ സ്ഥലം തന്നവരായാലും ഞാൻ അവരെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും അതിന് കുറ്റം പറയാനായിട്ട് പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് KHDC ഫിറോസിൻ്റെ ഒരു വിഷയത്തിൽ. അതിൽ കിച്ചു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് വീട് തന്നു, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണെന്നുള്ള രീതി കിച്ചു പറഞ്ഞു. പിന്നെ ഒരിക്കലും ഈ ദാനം തന്ന ആൾക്കാരെ കുറ്റം പറയാൻ പാടില്ല എന്നും കിച്ചു പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവരെല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമായേ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതിനകത്തോട്ട് യാതൊരുവിധ കംപ്ലയിൻസും ഇല്ല. അതായത് ആ വസ്തു തന്ന വ്യക്തിയോടെ കംപ്ലയിൻ്റ് ഇല്ല, ആ വീട് വെച്ച് തന്നവരോടെ കംപ്ലയിൻ്റ് ഇല്ല, കിച്ചുവിനൊന്നുമില്ല. അതായത് നിങ്ങൾ ആലോചിച്ചോണം, കിച്ചുവാണ് പ്രധാന അവകാശി. ആ അവകാശിക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് രേണുവിന്, രേണുവിൻ്റെ കൂട്ടുകാർക്ക്, തങ്കച്ചന്, സകലമാന ആൾക്കാർക്ക്. അനാവശ്യമായിട്ട് ഇവിടെ കിച്ചു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ്റെ പേരും കൂടെ വലിച്ചിട്ടതാണ്. കാര്യം ഈ ഒരു കേസ് വരാനായിട്ടുള്ള, കിച്ചുവിൻ്റെ പടലിക്ക് ഈ ഒരു കേസ് ഇപ്പം വരാനായിട്ടുള്ള പ്രധാന കാരണക്കാരി ആരാണ്? രേണുവാണ്. അപ്പോൾ രേണുവിനെയാണ് സത്യം പറഞ്ഞ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. കിച്ചു ആയാൽ പോലും രേണുവിനെയാണ് ഈ ഒരു വിഷയം വിളിച്ച് ചോദിക്കേണ്ടത്. എന്റെ പേരിലാണല്ലോ വീട്, ചിലപ്പോ ആ ഒരു ഇതിൽ കൊണ്ട് ചിലപ്പോ വന്നേക്കാം. അപ്പൊ എന്തായാലും സന്തോഷം ഉണ്ട് അല്ലേ? കേസല്ലേ, പോലീസ് കേസല്ലേ, നോക്കാം. എന്തായാലും ഇനിയിപ്പം വേറെ വഴിയില്ല. അനുഭവിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾ അറിയണമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ, വട്ടാക്കണ്ട, വീഡിയോ കണ്ടാ മതി. ഇങ്ങനെ വരുവാണെങ്കിൽ വീഡിയോയിലുണ്ട്, എല്ലാ വിശദമായിട്ട് അതിനകത്തുണ്ട്. അത് പറയണമെന്ന് തോന്നി. എന്റെ ഭാഗത്തുനിന്നൊരു റിപ്ലൈ ഇങ്ങനെ തരണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് ലൈവിൽ കൂടെ ആണെങ്കിലും പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമാവും നമ്മൾ വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്നാവുമെന്നും വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു കാര്യങ്ങളില്ല. ഇപ്പൊ ഇന്നലെ വിളിച്ചിങ്ങനെ പറയുന്നു, നിങ്ങൾ കട ജ്യൂസ് കുടിച്ചോണ്ടിയൊരു കേസായി, ഇവിടം വരെ വരേണ്ടി വരും, കോട്ടയം വരെ പോണോന്ന്. ഞാൻ നിൽക്കുന്നതാണേലും കൊല്ലത്താണ്. എന്റെ പഠിത്തവും ഒരു ബന്ധവും ഇല്ല, ഒരു കാര്യമില്ലാതെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോയി നിൽക്കാറുള്ളൂ. ഇത് ശരിക്കും കേസൊന്നും ആയിട്ടില്ല. ഇത് ആക്ച്വലി വക്കീൽ നോട്ടീസാണ് അയച്ചത്. 7 days പീരീഡ് ടൈമും ഉണ്ട്. 7 daysനുള്ളിൽ ഈ പറയുന്ന രീതിയിൽ അച്ഛൻ എഗെയിൻസ്റ്റ് ആയിട്ടിട്ട വീഡിയോസ് ഒന്നും റിമൂവ് ചെയ്തില്ല എങ്കിലാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നിലവിൽ ഇത് കേസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്കിക്കോ. എന്തായാലും കിച്ചുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് കോട്ടയത്തോട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഇപ്പോൾ രേണുവാണോ വിളിച്ചത്, ഇനിയിപ്പോൾ തങ്കച്ചനാണോ വിളിച്ചതെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ രേണുവിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഭൂമി തിരിച്ചു കൊടുക്കണമെന്ന് അച്ഛനൊരു നോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു കൊടുക്കേണ്ടത് ഞാനല്ല, കൊടുക്കേണ്ടവരും. ആ വർത്താനം നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊടുക്കേണ്ടത് ഞാനല്ലല്ലോ, കൊടുക്കേണ്ടവരല്ലേ കൊടുക്കേണ്ടത്. ഉദ്ദേശിച്ച ആരെയാ? കിച്ചുവിനെയാണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തുവാണ് നമ്മൾ മറുപടി പറയേണ്ടത്? ഇവരാണ് ഇത്രയും വിഷയങ്ങൾ ഇവിടെ വഷളാക്കിയത്. എന്നിട്ട് ഇവർ നൈസായിട്ട് പറയാം തിരിച്ചു കൊടുക്കേണ്ട ഞാനല്ലല്ലോ, കൊടുക്കേണ്ട ആൾക്കാരാ കൊടുക്കേണ്ടതെന്ന്. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഉളുപ്പുണ്ട് ഇങ്ങനെ വന്ന് ഇപ്പോൾ സംസാരിക്കാനായിട്ട്? ഇവർക്കിപ്പോൾ അത്യാവശ്യ കാര്യങ്ങളും പൈസയും കാര്യങ്ങളൊക്കെ നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ വസ്തു കിട്ടിയാലെന്തോ, വീട് കിട്ടിയാലെന്തുവാ, ആ ഒരു മൈൻഡായി ഇവർക്ക്. അല്ല ഇവരിങ്ങനെ സംസാരിക്കുമോ? എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പം വന്നിട്ട് വേണം അതിനെപ്പറ്റി വിശദമായിട്ട് കേൾക്കാൻ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞു. വിവാദം നടക്കുന്നുണ്ട് അറിഞ്ഞു, പക്ഷെ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഓൾറെഡി ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞ് ലീഗൽ അഡ്വൈസറിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ടാണ് വന്ന് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് വന്നിറങ്ങിയതേ ഉള്ളതെന്ന്. ചുമ്മാതെ വെറും പച്ചക്കള്ളം. ഞാനൊന്നും അറിഞ്ഞില്ല. മറ്റേ ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മുടെ ക്രൈം ഫയലിനകത്ത് നമ്മുടെ അച്ഛനില്ലേ, വിജയരാഘവേട്ടൻ അച്ഛന്റെ ഇതില് പിന്നെ ഫാദർ ക്ലെമന്റ് കാളിയാറ്, അദ്ദേഹം പറഞ്ഞ ഡയലോഗ് എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ഊഹിച്ചോ? പൊക്കോ അതൊക്കെ ഉണ്ട്, പൊക്കോ. ഓക്കെ ബൈ. എന്റെ പിഴ എന്റെ മാത്രം പിഴ, വിട്ടോ, അതാണ് ഡയലോഗ്.
അതായത് പിന്നെയും കളിയാക്കുവാണ്. അതായത് ഇവർക്ക് യാതൊരു കൂസലും ഇല്ല. ഇപ്പം കേസും കാര്യങ്ങളെല്ലാം കിച്ചുവിൻ്റെ പെടലിക്കായി. കിച്ചു വേണമെങ്കിൽ വീട് തിരിച്ചു കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് എന്തുവാ കാര്യം, വീടിരിക്കുന്നത് എൻ്റെ പേരിലല്ലല്ലോ. എനിക്ക് ആ ഒരു പൊടിക്ക് വെച്ചുണ്ട്, ഞാൻ ആ കുട്ടിയായിട്ട് വേണമെങ്കിൽ ഒരു വാടക വീട്ടിലോട്ട് താമസം മാറിക്കോളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയി ഈ പുള്ളിക്കാരത്തേക്ക്. പിടികിട്ടിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? നിങ്ങളൊക്കെ സമ്മതിച്ച് തരണം കേട്ടോ. നിങ്ങളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ ഒരു വിഷയത്തിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന്. ഇത് നിങ്ങൾക്കൊന്നൊരു ബോധമില്ലേ? ഇവരൊറ്റൊരുത്തി കാരണമാണ് ഇപ്പോൾ ആ ഒരു പയ്യനും കൂടെ ഈ ഒരു കേസിനകത്തോട്ട് പെട്ടിരിക്കുന്നത്. എന്തായാലും ഇനി KSDC ഫിറോസ് പുള്ളിക്കാരനൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വസ്തു തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങളൊരു വീട് വെച്ചിട്ടുണ്ട്, ആ വീട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആയാലും ദാനം നമ്മൾ കൊടുത്ത സാധനം തിരിച്ച് മേടിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ആൾക്കാരുടെ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ആ ഒരു പോസ്റ്റിനകത്തോട്ട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം ഈ പറയുന്ന ഫിറോസിക്ക തന്നെ ഓൾറെഡി ഈ രേണുവിൻ്റെ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രേണു വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വീട് ഞങ്ങൾക്ക് ഇനി തിരിച്ച് തന്നാൽ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ എന്തുകൊണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേന്ന് സ്വാഭാവികമായിട്ടും ആരായാലും ചിന്തിക്കും. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഫിറോസിക്ക ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. നമസ്കാരം. നമ്മുടെ ബിഷപ്പ് കൊല്ലം സുധിയുടെ മക്കൾക്ക് കൊടുത്ത പറമ്പ് തിരിച്ചു വാങ്ങാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രേണു അയാൾക്കെതിരെ ചെയ്ത എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ പേജിൽ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ മോശമായ രീതിയിൽ എന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോം അങ്ങനത്തെയൊക്കെ പറയുന്നുണ്ട് തന്നെ. അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ അന്ന് ഇന്നും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവുമെല്ലാം ഞങ്ങളെല്ലാം കൂടെ കൊടുത്തത് രേണു സുധിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛനെ കണ്ടിട്ടോ അല്ല, അല്ലെങ്കിൽ രേണുവിൻ്റെ മറ്റുള്ള കുടുംബക്കാരെ കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ കണ്ടിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് തന്നെ അത് അവരുടെ പേരിൽ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. 24 ചാനൽ കൃത്യമായിട്ട് അന്ന് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത്, ഫാദറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് അത് കുട്ടികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അന്നും അവിടെ ചർച്ചയ്ക്ക് വന്നൊരു കാര്യമാണ്, നമുക്ക് അവരെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ട, നാളെ അവർ വിവാഹം കഴിച്ച് പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അന്ന് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്തത്. അത് വളരെ നല്ല കാര്യമായി. കാര്യം രേണു നാളെ വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദയനീയമായി തന്നെ. എന്തായാലും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്ത് വളരെ നല്ല കാര്യം. പക്ഷേ ഇവിടെ കിച്ചു മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു ആണ് അവിടെ പോയി താമസിക്കേണ്ടത്, അല്ലാതെ രേണുവിൻ്റെ ബന്ധുക്കളും ബാക്കിയുള്ള ആൾക്കാരും അല്ല അവിടെ താമസിക്കേണ്ടത്. കിച്ചുവിന് താമസിക്കാൻ അവകാശമുള്ളൊരു വീടാണത്. അതൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. പറഞ്ഞ് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ മടുത്ത്. സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ആ പാവ സ്ഥലം കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ വീടുണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ടിത് മറ്റുള്ള ബയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും, ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള വസ്തു ഇപ്പോഴും കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുക, അതെന്തിനും കൊടുക്കാനായിട്ട് ഇട്ടിരിക്കണം, അങ്ങനൊരു ചോദ്യമില്ലേ? അപ്പം ആ കാര്യത്തിനകത്തോട്ട് എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ച സമയത്തും അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അഥവാ അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂസ് അന്നേ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വസ്തു രജിസ്റ്റർ ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നല്ലോ. അത് ദാനമായിക്കോട്ടെ പൈസയ്ക്കായിക്കോട്ടെ എങ്ങനെയോ ആയിക്കോട്ടെ, എനിക്കതിനകത്തോട്ട് വലിയ യോജിപ്പില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്കറിയാൻ വയ്യ. എന്തായാലും അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും, അല്ലെ മീൻസ് ലൈക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ഇതിന് കേസോ നൂലമാലകളില്ല എന്നുള്ളത് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്, അതിൻ്റെ കൂടെ ഒരു നന്മ, അത് നമ്മൾ കാണാതെ പോകരുത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ രേണുസുധി അവിടെ താമസം തുടങ്ങിയതിന് ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ച് വരുമായിരുന്നു, ഇപ്പോൾ സ്ഥലം പോലും അന്വേഷിച്ച് വരുന്നില്ല എന്നാണ് ബിഷപ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങിക്കണം എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനമെടുത്തെങ്കിൽ ഞാനതിനെ പിന്തുണയ്ക്കാനുമില്ല, അല്ലെങ്കിൽ ഞാൻ എതിർക്കാനുമില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞിരുന്ന വെച്ചാൽ കൊല്ലം സുധി മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിൻ്റെ പേരിലൊരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സുധിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കുക ഈ കൊല്ലം സുധിയുടെ ആത്മാവായിരിക്കാം. അതിനകത്തൊരു സംശയമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത്. രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ, ഇവർ ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയും അല്ലെങ്കിൽ ബിഷപ്പിനെയൊക്കെ തെറി പറയുന്നു, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെന്തിനാണ് കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതാണ് ഇവിടെ കുട്ടികളെ ഒരു കാരണവശാലും അവിടുന്ന് ഇറക്കി വിടുമെന്ന് എനിക്ക് ഒരു രീതിയിലും ഒരു പ്രതീക്ഷയില്ല. കാര്യം കുട്ടികളെ ഇറക്കി വിടേണ്ട ആവശ്യം അവിടെ ഇല്ല. മാത്രമല്ല ആ മനുഷ്യൻ അത്ര ഒരു ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുള്ളി എത്രയോ പേർക്ക് വസ്തു ഇത് കണക്ക് ദാനമായി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഫിറോസൊക്കെ പറയുന്ന കേട്ടു, പുള്ളിക്കാരന് വസ്തു കൊടുക്കാൻ പറ്റത്തില്ല, ബന്ധുക്കൾ പ്രശ്നം ഉണ്ടാക്കും, അതായതാണ്. ഈ രേണുവിനൊക്കെ വസ്തു കൊടുക്കുന്നതിന് മുന്നേ തന്നെ 7-8 കുടുംബത്തിന് പുള്ളി വസ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുടുംബക്കാരെല്ലാം അന്നേ പ്രശ്നം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ 2 പിള്ളേരെ വഴിയാധാരമാക്കുന്ന ഒരു പ്രവൃത്തിയും ആ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവത്തില്ല. ഇത് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ അഹങ്കാരം തീരാൻ, രേണു മാത്രമല്ല രേണുവിൻ്റെ കൂട്ടുകാരികളുടെ ഉൾപ്പെടെ അഹങ്കാരം തീരാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണത്, അല്ലാതെ വേറെ ഒന്നും അല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാടായിപ്പോയി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എത്ര വെട്ടമായി ഇവർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇങ്ങനെ കടന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങേരെ ഒരു അച്ഛനാന്നുള്ളതിൻ്റെ ഒരു റെസ്പെക്റ്റ് പോലും ഇവരാരും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം പുള്ളി ചെയ്തതിനകത്തോട്ട് യാതൊരു തെറ്റുമില്ല, 100% ഞാൻ യോജിക്കുന്നു. കാര്യം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. പുള്ളി എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും താല്പര്യപ്പെടത്തില്ല. പക്ഷേ ഇനിയെങ്കിലും രേണു ഒന്നും ഇങ്ങനെയുള്ള പ്രവർത്തികൾ കാണിക്കാതിരിക്കുക, അത്രയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.